അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അങ്ങനെ പിറ്റേ ദിവസം ഷഹാനയെ പരിശോധിക്കാനെത്തിയ ഡോക്ടറോട് ഷഹാനയുടെ ഉപ്പ ചോദിച്ചു, ഡോക്ടർ, എന്താണ് ഇപ്പോൾ മോളുടെ അവസ്ഥ? ഇന്ന് വീട്ടിലേക്ക് പോകാൻ കഴിയുമോ? 2 ദിവസം കഴിഞ്ഞാൽ മോളും അവളുടെ ഫ്രണ്ടും കൂടെ പുതിയൊരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഉദ്ഘാടന ചടങ്ങാണ്. അത് മാറ്റിവെച്ചിട്ടൊന്നുമില്ല. മോളുടെ സിറ്റുവേഷൻ ഓക്കെ ആണെങ്കിൽ ആ പരിപാടി അങ്ങ് നടത്താമെന്ന് വിചാരിച്ചിട്ടാണ്. ഒരുപാട് ഗസ്റ്റുകളെ ക്ഷണിച്ചിട്ടുണ്ട്. ഡോക്ടറെയും ക്ഷണിക്കുകയാണ്. ഡോക്ടറും പങ്കെടുക്കണം. അപ്പോൾ മോളുടെ കണ്ടീഷൻ എന്താണെന്ന് അറിഞ്ഞ് ആ പരിപാടി മാറ്റണോ വേണ്ടയോ എന്നെല്ലാം തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ്. വലിയ കുഴപ്പമൊന്നുമില്ലെങ്കിൽ വീട്ടിലേക്ക് പോവാമായിരുന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ടതും ഡോക്ടർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് പങ്കെടുക്കാൻ താല്പര്യമുണ്ട്. പക്ഷേ ഒരുപാട് പേഷ്യൻസ് ഒക്കെ ഉള്ളതല്ലേ. ഇതുപോലെ ഒരുപാട് കേസുകൾ ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് പങ്കെടുക്കാൻ കഴിയില്ല. എന്തായാലും സന്തോഷം, വിവരം അറിയിച്ചതിന് ഞാൻ പങ്കെടുത്തു എന്ന് വിചാരിച്ചാൽ മതി. മോളുടെ കണ്ടീഷൻ ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. വയറെല്ലാം നമ്മൾ ക്ലീൻ ചെയ്തതാണ്, കഴുകിയതാണ്. അതുകൊണ്ട് തന്നെ ഇനി പേടിക്കാനൊന്നുമില്ല. അപകടനില തരണം ചെയ്തിട്ടുണ്ട്. എങ്കിലും ഒരാഴ്ചയെങ്കിലും ഭക്ഷണ കാര്യങ്ങളും എല്ലാം ശ്രദ്ധിക്കണം. വയറിന് ദഹിക്കാത്തതോ കട്ടിയുള്ളതോ അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള ഭക്ഷണമോ ഒന്നും മോൾക്ക് കഴിക്കാൻ പറ്റില്ല. നിങ്ങൾ നന്നായി സൂക്ഷിച്ചാൽ മതി. പരിപാടി നടക്കട്ടെ. പരിപാടിയൊന്നും മാറ്റിവെക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ബോഡി വീക്കാകാതെയും മോൾക്ക് അധികം ടെൻഷനും കാര്യങ്ങളും സ്ട്രെസ്സും കൊടുക്കാതെ ശ്രദ്ധിച്ചാൽ മതി. മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ ഒരു പരിപാടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് തന്നെ പോകാം. പക്ഷെ നന്നായി ശ്രദ്ധിക്കണം. ഞാൻ നാളെ കഴിഞ്ഞ് വിടാമെന്നാണ് കരുതിയത്. എന്നാലും കുഴപ്പമില്ല, നിങ്ങൾ പോയിക്കോളൂ എന്ന് പറഞ്ഞു. ഇത് കേട്ടതും ഷഹാനയുടെ ഉപ്പക്കും ഉമ്മക്കും അമീറിനും ഷഹാനക്കും എല്ലാം സന്തോഷമായി. അവർ പരിപാടി എങ്ങാനും മാറ്റിവെക്കേണ്ടി വരുമോ എന്ന ടെൻഷനില്ലായിരുന്നു. അങ്ങനെ ഉച്ച കഴിഞ്ഞ് അവർ ഡിസ്ചാർജായി ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി. പോകുന്ന വഴി ഷഹാനക്ക് ഇളനീരും അതുപോലെ തന്നെ ഫ്രൂട്ട്സും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അവർ വാങ്ങി. കുറച്ച് ദിവസം വയറിന് കട്ടിയുള്ള ഭക്ഷണമൊന്നും കൊടുക്കേണ്ട എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതുകൊണ്ട് ഫ്രൂട്ട്സ്, ജ്യൂസ്, ഇളനീർ വെള്ളം, അതുപോലെ പൊടിയരിക്കഞ്ഞി, ബ്രെഡ്, അങ്ങനെ വയറിന് കട്ടിയില്ലാത്ത ഭക്ഷണങ്ങൾ കഴിക്കാം എന്നാണ് വിചാരിക്കുന്നത്. ഷഹാന പറഞ്ഞു, എങ്ങനെ ഉപ്പ, ഞാൻ ഒരാഴ്ച ഒരു നോൺ വെജ് ഒന്നും എനിക്കറിയാം, ഉപ്പാക്കറിയില്ലേ, എനിക്ക് ചിക്കനോ ബീഫോ എന്തെങ്കിലും ഒന്നും ഇല്ലാതെ ഫുഡ് ഇറങ്ങില്ല എന്ന്. ഇനിയിപ്പോൾ ഈ ഒരാഴ്ച എങ്ങനെ കഴിയും എന്നെല്ലാം പറഞ്ഞു. ഉപ്പ പറഞ്ഞു, മോളെ ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ വാശി പിടിക്കരുത്. ഒരാഴ്ച ശ്രദ്ധിച്ചാൽ പോരെ. മോൾക്കൊന്നും സംഭവിച്ചില്ലല്ലോ. അത് പഠിച്ചവനോട് നമുക്ക് നന്ദി പറയാം. ഒരാഴ്ച എൻ്റെ ഉപ്പാൻ്റെ കുട്ടിയൊന്ന് ശ്രദ്ധിച്ചാൽ പിന്നെ പ്രശ്നമില്ല. അതിനിടയിൽ വല്ലതും അബദ്ധവശാൽ നമ്മൾ വല്ലതും കഴിച്ച് വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് വന്നാൽ പിന്നെ ആകെ പ്രശ്നമാകും. അതുകൊണ്ട് ഒരാഴ്ച ഉപ്പാൻ്റെ കുട്ടി ഒന്ന് ശ്രമിച്ച് നോക്ക്, ഒന്ന് ശ്രദ്ധിക്കാം എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ ഷഹാന മനസ്സോടെ പറഞ്ഞു, ഓക്കെ ഉപ്പ, ഞാൻ തന്നെ വരുത്തി വെച്ചതല്ല, അതുകൊണ്ട് ഇനിയിപ്പോൾ ശ്രദ്ധിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അവളുടെ ഉപ്പ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അപ്പം ഉപ്പാൻ്റെ കുട്ടിക്ക് ബോധമുണ്ട് അല്ലേ, ഉപ്പാൻ്റെ കുട്ടിയുടെ അശ്രദ്ധ കൊണ്ട് വന്നതാണെന്ന്. അതെന്തായാലും നല്ല കാര്യം, മനസ്സിലാക്കാൻ നിനക്ക് കഴിയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഷഹാന അമീറിനോട് പറഞ്ഞു, എടാ, ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് ഇങ്ങോട്ടൊന്ന് വരാൻ നിൽക്കേണ്ട. നമ്മളിപ്പോൾ 2 പേരുമില്ലേ. നമുക്കെന്നാൽ പരിപാടി 2 ദിവസമല്ലേ ഉള്ളൂ പരിപാടിക്ക്. എനിക്കാണെങ്കിൽ ഭയങ്കര ക്ഷീണമുണ്ട്. വീട്ടിൽ പോയിട്ടൊന്ന് റെസ്റ്റ് എടുക്കണം. അതുകൊണ്ട് നമുക്ക് പോകുന്ന വഴി ഡ്രസ്സ് എടുത്താലോ? നമ്മൾ ഒരേ ഡ്രസ്സ് ഇടാനല്ലേ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പോകുന്ന വഴി ഒരുപോലെ ഡ്രസ്സ് എടുത്താലോ എന്ന് പറഞ്ഞു. അപ്പോൾ അമീർ പറഞ്ഞു, അതിനെന്താ, നമുക്ക് ഡ്രസ്സ് എടുക്കാം. അപ്പോൾ അവൾ പറഞ്ഞു, എന്നാൽ നമുക്ക് കല്യാൺ സിൽക്സിൻ്റെ, ഞാൻ സ്ഥിരം അവിടെ നിന്നാണ് എടുക്കാറ്, കല്യാൺ സിൽക്സിൻ്റെ ഷോറൂമിൻ്റെ മുന്നിൽ വണ്ടി നിർത്തു ഉപ്പ, നമ്മൾ അവിടെ നിന്നല്ലേ സ്ഥിരം ഡ്രസ്സ് എടുക്കാറുള്ളത്. എനിക്ക് അവിടെ നിന്ന് എടുത്താലേ എനിക്ക് തൃപ്തിയാവൂ. അവൾ അമീറിനോട് ചോദിച്ചു, എടാ, നിനക്കങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നിൻ്റെ സ്ഥിരം എടുക്കുന്ന വല്ല കടകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അമീർ പറഞ്ഞു, എനിക്കങ്ങനെയൊന്നുമില്ല. ഞാൻ ഒരു കടയിൽ നിന്ന് കയറി നോക്കും. അവിടുന്ന് ഇഷ്ടപ്പെട്ടാൽ അവിടുന്ന് എടുക്കും, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേറെ ഏതെങ്കിലും കടയിൽ നോക്കും. അല്ലാതെ എനിക്ക് സ്ഥിരം എടുക്കുന്ന അങ്ങനെ കടകളൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഷഹാന പറഞ്ഞു, ഇനി ഉണ്ടെങ്കിലും നിന്നെ ഞാൻ സമ്മതിക്കില്ല മോനെ, ഞാൻ വെറുതെ ചോദിച്ചാണ്. ഇത്തവണ ഞാൻ സെലക്ട് ചെയ്യുന്ന ഡ്രസ്സ് ഇട്ടാൽ മതി നീ. അതുകൊണ്ട് നമുക്കൊരു കടയിൽ നിന്ന് തന്നെ എടുക്കാം. നീയും പോര്, അവിടെ ഇഷ്ടം പോലെ ബോയ്സിൻ്റെ സെക്ഷനിലും അടിപൊളി കളക്ഷനൊക്കെ ഉണ്ട്, നീ പോര് എന്ന് പറഞ്ഞു.
അപ്പോൾ അമീർ പറഞ്ഞു, ആ ഓക്കേടി, നിൻ്റെ ഇഷ്ടം അതാണെങ്കിൽ അത് നടക്കട്ടെ, നമുക്ക് അവിടെ നിന്ന് എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ കല്യാൺ സിൽക്സിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ കൊണ്ടുപോയി അവരുടെ വണ്ടി നിർത്തി. അങ്ങനെ അവർ കാറിൽ നിന്ന് ഇറങ്ങി. ഷഹാനയുടെ ഉപ്പ അവളെ ഇങ്ങനെ കൈകൊണ്ട് ചേർത്ത് പിടിച്ചിരുന്നു കടയിലേക്ക് കയറി പോകുമ്പോൾ. അത് കണ്ട് അമീർ ഓടി വന്ന് പറഞ്ഞു അവളെ ഇങ്ങനെ ഉപ്പാനോട് പറഞ്ഞു, ഉപ്പ ഞാൻ പിടിച്ചുകൊള്ളാം. ഉപ്പ ഉമ്മാൻ്റെ കൂടെ നടന്നു. ഉമ്മ തനിച്ച് നടക്കുന്നത് കണ്ടിട്ട് എനിക്ക് എന്തോ പോലെ എന്ന് പറഞ്ഞു. അങ്ങനെ അവളെ ഇങ്ങനെ കൈകൊണ്ട് ചേർത്ത് പിടിച്ചു. ഷഹാനയുടെ ഉപ്പ ചിരിച്ചുകൊണ്ട് അവിടെ ഉമ്മയുടെ അടുത്ത് വന്ന് പറഞ്ഞു, തരക്കേടില്ല തോന്നുന്നു അല്ലേടി നമ്മുടെ മരുമോൻ, അവൾക്ക് പറ്റിയ ആൾ തന്നെയാണ്. കുറച്ച് പൈസയുടെ കുറവുണ്ട് എന്നുള്ളൂ, പക്ഷേ അവളെ നന്നായി കെയർ ചെയ്യുന്നുണ്ട് അല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ അവളുടെ ഉമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അത് തന്നെയാണ് ഇപ്പോൾ എൻ്റെ ഒരു സമാധാനം എന്ന് പറഞ്ഞു. ഇതെല്ലാം അമീർ കേൾക്കുന്നുണ്ടായിരുന്നു. അവന് എന്തെങ്കിലും ഒരു അനിഷ്ടം ഷഹാനയുടെ ഉമ്മയുടെയും ഉപ്പയുടെയും മനസ്സിലുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കണം. ഷമീന പറഞ്ഞ വാക്കുകളായിരുന്നു ഇപ്പോൾ അവൻ്റെ മനസ്സിൽ. നിനക്ക് അവരുടെ മുന്നിൽ അവരുടെ മനസ്സിൽ സ്ഥാനം പിടിക്കാനുള്ള സമയമാണ്. ആ അവസരം നീ നന്നായി മുതലെടുക്കണം. അവർക്ക് നിന്നോടുള്ള ഇഷ്ടക്കേടെല്ലാം മാറണം. അത് നീ നന്നായിട്ട് മനസ്സിലാക്കി അതിനനുസരിച്ച് ചെയ്യണം. ഇപ്പോൾ നിൻ്റെ പെർഫോമൻസ് പോലെയായിരിക്കും കാര്യങ്ങൾ എന്നെല്ലാം പറഞ്ഞത് അവൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കിട്ടിയ അവസരം മുതലെടുത്ത് അവൻ ഇങ്ങനെ ഷഹാനയോട് ഇഷ്ടക്കൂടുതൽ കാണിക്കുന്നത്, അതുപോലെ തന്നെ ഓടി നടന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഉമ്മയെയും ഉപ്പയെയും ഒന്നും ചെയ്യാൻ അവൻ സമ്മതിക്കില്ല. എല്ലാം അവൻ ഏറ്റെടുത്ത് അത് ചെയ്യാം ഇത് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഷഹാനയുടെ ഉമ്മക്കും ഉപ്പക്കും അവനെക്കുറിച്ച് മനസ്സിൽ ഒരു മതിപ്പൊക്കെ തോന്നി. തൻ്റെ മോൾക്ക് ചേർന്നവൻ തന്നെ. അവളുടെ സെലക്ഷൻ മോശമായിട്ടൊന്നുമില്ല, കുറച്ച് പൈസയുടെ കുറവുണ്ട് എന്നേ ഉള്ളൂ, എന്നാലും അവൻ ആൾ ഉഷാറാണ് എന്നെല്ലാം അവർ മനസ്സിൽ വിചാരിച്ചു. അങ്ങനെ കടയിൽ കയറിയപ്പോൾ തന്നെ ഡിസ്പ്ലേയിൽ വെച്ച അവർ കയറി ചെല്ലുമ്പോൾ തന്നെ ഡിസ്പ്ലേയിൽ വെച്ച അതിമനോഹരമായ ഒരു ലഹങ്ക പോലെയുള്ള നല്ലൊരു അടിപൊളി ഡ്രസ്സ് ഷഹാനയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അത് കണ്ടതും അവൾ, ഇത് കൊള്ളാമല്ലോ, നല്ല ബ്ലാക്കിൽ ഗോൾഡ് വർക്കൊക്കെയുള്ള ആ ഒരു ഡ്രസ്സ് കണ്ടപ്പോൾ അവൾ ഇത് കൊള്ളാമല്ലോ എന്ന് മനസ്സിൽ വിചാരിച്ചു. അവൾ പറഞ്ഞു, ആ ഡിസ്പ്ലേയിലുള്ള ആ ഒരു ഡ്രസ്സൊന്ന് എടുക്കൂ, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെയുള്ള സ്റ്റാഫ് ആ ഡ്രസ്സ് എടുത്ത് ഷഹാനയുടെ കയ്യിൽ കൊടുത്തു. അവൾ അതും വാങ്ങിച്ചുകൊണ്ട് കണ്ണാടിയുടെ മുന്നിൽ പോയി ഇങ്ങനെ അവിടെ മേൽ വെച്ച് നോക്കി. അടിപൊളിയായിട്ടുണ്ട്, നല്ല മാലാഖയെ പോലെ തോന്നുന്നുണ്ട്, അടിപൊളിയായി നല്ല സുന്ദരിയായിട്ടുണ്ട്. ഇതിൻ്റെ വൈറ്റാണെങ്കിൽ ഒന്നുകൂടി നന്നായിരുന്നു, വൈറ്റാണെങ്കിൽ ശരിക്കും താനൊരു മാലാഖയെ പോലെ തോന്നുമായിരുന്നു എന്നെല്ലാം അവൾ മനസ്സിൽ വിചാരിച്ചു. ഇതിൻ്റെ കളർ ചേഞ്ച് ഉണ്ടോ, വൈറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ നോക്കട്ടെ, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്റ്റാഫ് അവിടെ നിന്നും ആ ഡ്രസ്സ് അവളുടെ കയ്യിൽ നിന്നും വാങ്ങിക്കൊണ്ട് അതിൻ്റെ വൈറ്റ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഇങ്ങനെ പോയി. അപ്പോൾ അവൻ വന്നുകൊണ്ട് പറഞ്ഞു, ഇവിടെ ഇല്ല മാഡം, ഇനി ഗോഡൗണിലെങ്ങാനും ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഇപ്പോൾ വരാം. അതിനിടയിൽ നിങ്ങൾ വേറെയും നോക്കിക്കോളൂ. എന്തായാലും ഞങ്ങൾ ഇത് ഒന്ന് പോയി നോക്കട്ടെ, ഇതിൻ്റെ വൈറ്റ് കളർ ചേഞ്ച് ഉണ്ടോ എന്ന്. മുൻപ് ഉണ്ടായിരുന്നു, ഇവിടെ തീർന്നു പോയതാണ്, ഇനി ഗോഡൗണിലുണ്ടോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. അതിനിടയിൽ ഷഹാന പലതും തിരഞ്ഞു. പക്ഷേ ആ ഡ്രസ്സ് അവളുടെ മനസ്സിൽ വല്ലാതെ പതിഞ്ഞു പോയത് കൊണ്ടായിരിക്കാം മറ്റുള്ള ഡ്രസ്സുകളൊന്നും അവളുടെ കണ്ണിൽ പെട്ടില്ല. അപ്പോൾ അമീർ പറഞ്ഞു, ഷഹന, ഇഷ്ടംപോലെ വേറെയും ഉണ്ടോ ഡിസ്പ്ലേ, നീ നോക്ക്, അതിലെങ്ങാനും ഇഷ്ടപ്പെട്ടത് ഉണ്ടോ എന്ന്. അത് തന്നെ നോക്കി നിൽക്കണ്ട, അത് നിൻ്റെ മനസ്സിൽ വല്ലാതെ പതിഞ്ഞു പോയത് കൊണ്ടാണ് നിനക്ക് അതുമലേക്ക് തന്നെ തിരിയുന്നത്. പിന്നെ ഈ ലെഹങ്ക പോലെയുള്ള ഡ്രസ്സൊക്കെ ഇടോ വെഡ്ഡിങ് ഡ്രസ്സല്ലേ, അത് കണ്ടിട്ടൊരു വെഡ്ഡിങ് ഡ്രസ്സ് പോലെയാണ് എനിക്ക് തോന്നുന്നത്. അതൊക്കെ ഇട്ടാൽ നമ്മൾ ഈ കല്യാണത്തിന് അതുപോലുള്ള ഫംഗ്ഷന് റിസപ്ഷനൊക്കെ നമ്മൾ ഇടുന്നത്. ഇതിപ്പോൾ നമ്മുടെ കടയുടെ ഉദ്ഘാടന ചടങ്ങല്ലേ, അതിന് ഇങ്ങനെ ഒരു ഡ്രസ്സ് വേണോ, ഒരു കല്യാണപ്പെണ്ണ് പോലെയൊക്കെ നിൽക്കില്ലേ എന്നെല്ലാം ചോദിച്ചു. അപ്പോൾ ഷഹാന പറഞ്ഞു, അമീർ, നീ ഇപ്പോൾ തന്നെ എൻ്റെ കാര്യങ്ങൾക്ക് എതിര് നിൽക്കരുത് കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടത് അതാണ്, ഇനി മറ്റൊന്നും എൻ്റെ കണ്ണിൽ പിടിക്കില്ല. എനിക്കങ്ങനെ ഒരു ശീലമുണ്ട്, ഒന്ന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്നും എൻ്റെ കണ്ണിൽ പിടിക്കില്ല. ഇപ്പോൾ തന്നെ നമ്മൾ ഇങ്ങനെ രണ്ട് മനസ്സായി കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നത്? എനിക്കിഷ്ടപ്പെട്ടത് തന്നെ നീയും ഇഷ്ടപ്പെടേണ്ടേ, അല്ലാതെ തുടക്കത്തിൽ തന്നെ നീ അതിന് എതിര് പറയുകയാണോ എന്നെല്ലാം ചോദിച്ചു. ഇത് കേട്ടതും അമീർ മനസ്സിൽ വിചാരിച്ചു, ഇതൊരു നടക്ക് പോവില്ല എന്ന് തോന്നുന്നു. ഇപ്പോൾ തന്നെ പെണ്ണ് ഇതാണ് കോലം, താൻ അവളുടെ ഇഷ്ടങ്ങൾ എന്താണോ അതിന് താൻ സമ്മതിച്ചു കൊടുക്കണം. ഇങ്ങനെ പോയാൽ ഇപ്പോൾ ശരിയാവില്ല എന്നെല്ലാം മനസ്സിൽ വിചാരിച്ചു. എങ്കിലും അവളുടെ ഉമ്മയും ഉപ്പയും അതുപോലെ അവളും എല്ലാം
തന്നെ നോക്കി നിൽക്കുകയാണ് തൻ്റെ അഭിപ്രായം കേൾക്കാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ താനൊരു മുടക്കം പറഞ്ഞു കഴിഞ്ഞാൽ അത് തുടക്കത്തിൽ തന്നെ ഒരു കല്ലുകടിയായി അവർക്ക് തോന്നും. അതുകൊണ്ട് മിണ്ടാതിരിക്കാം. ഇനി അവൾ എന്താണ് എടുക്കുന്നത് എന്ന് വെച്ച് എടുക്കട്ടെ. ഫസ്റ്റ് തന്നെ ഇനിയിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് പഠിക്കേണ്ടിയിരിക്കുന്നു. എല്ലാന്നുണ്ടെങ്കിൽ ഇവളെ പോലെ കാണാൻ ഇത്ര ലുക്കും അതുപോലെ തന്നെ ഇത്രയും സാമ്പത്തിക സ്ഥിതി അവൻ കൂടുതൽ നോക്കിയത് അവളുടെ സമ്പത്തിലേക്കാണ്. അതുകൊണ്ട് ഇത്രയും പണക്കാരിയായ ഒരു പെണ്ണിനെ ഇനി തനിക്ക് കിട്ടില്ല. അതുകൊണ്ട് തന്നെ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാം എന്നെല്ലാം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, കുഴപ്പമില്ല ഷഹാന, ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞെന്നേ ഉള്ളൂ. എൻ്റെ മോൾക്ക് അതാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അത് തന്നെ നടക്കട്ടെ, എനിക്കെന്ത് എതിര്. നിനക്ക് ഇഷ്ടപ്പെട്ടത് അതല്ലേ, അടിപൊളിയൊക്കെ തന്നെ, നല്ല ഭംഗിയൊക്കെ ഉണ്ട്, എനിക്കും ഇഷ്ടപ്പെട്ടടോ. ഇഷ്ടപ്പെട്ടില്ല എന്നൊന്നും അല്ല പറഞ്ഞത്, എനിക്കും നല്ല ഇഷ്ടമായി. പക്ഷേ ഒരു വെഡ്ഡിങ് ഡ്രസ്സല്ലേ എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു പോയതാണ്. അപ്പോൾ ഷഹാന പറഞ്ഞു, കുറച്ചൊക്കെ ഒന്ന് വെറൈറ്റി ആവണം, എന്നാൽ മാത്രമേ ആ ദിവസം എന്നെയും നിന്നെയും എല്ലാവരും ശ്രദ്ധിക്കണം. നീയും ഇതുപോലെ തന്നെ നല്ല ഇതിലേക്ക് ചേർന്ന മാച്ചായിട്ടുള്ള ഒരു ഡ്രസ്സ് വേണം, ഒരു കോട്ടും സൂട്ടൊക്കെ ഉള്ള അതുപോലെയുള്ള നല്ലൊരു അടിപൊളി ഡ്രസ്സ് വേണം. നീയും സെലക്ട് ചെയ്യാം, ഞാൻ സെലക്ട് ചെയ്ത് തരും, അത് നീ എടുത്താൽ മതി. എനിക്കറിയാം ഇതിലേക്ക് മാച്ചായിട്ടുള്ള. ഇനിയിപ്പോൾ ബ്ലാക്ക് ആണോ വൈറ്റ് ആണോ എന്ന് തീരുമാനിക്കേണ്ട താമസമേ ഉള്ളൂ. അത് തീരുമാനമായാൽ നിനക്കുള്ളതും നമുക്ക് എടുക്കാം. അതുകൊണ്ട് നീയും നല്ല വർക്കെല്ലാം ഉള്ള നല്ല ഒരു മണവാളനെ പോലെയുള്ള ഡ്രസ്സ് വേണം നീയും ധരിക്കാൻ. എന്നാലേ നമ്മളെ രണ്ടുപേരെയും അന്ന് എല്ലാവരും ശ്രദ്ധിക്കൂ, എല്ലാവരും നമ്മളെ തന്നെ ശ്രദ്ധിക്കണം എന്നെല്ലാം അവൾ ഇങ്ങനെ ചെറപറാന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അവളുടെ ആ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ചിരിയാണ് വരിക. കാരണം ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നതാണെന്നോ അല്ലെങ്കിൽ അവൾ ഒരു ആത്മഹത്യയിൽ നിന്ന് കഷ്ടിച്ച് അവളുടെ ജീവൻ അപകടത്തിലായ ഒരവസ്ഥയിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടതാണോ എന്നൊന്നും അപ്പോൾ അവളെ കണ്ടാൽ തോന്നില്ല. ഏതോ ഒരു കല്യാണ ഡ്രസ്സ് എടുക്കാൻ വന്ന് വളരെ ആക്റ്റീവായി നിൽക്കുന്ന ഒരു മണവാട്ടി പെണ്ണിൻ്റെ ഒരു അവസ്ഥയായിരുന്നു അവളുടെ. അതുകൊണ്ട് തന്നെ അവളുടെ ആ ഒരു കാട്ടിക്കൂട്ടൽ കണ്ടപ്പോൾ മറ്റുള്ളവർക്ക് അത്ഭുതമാണ് തോന്നിയത്. ഇവൾ ഇത്ര പെട്ടെന്ന് ഇവളുടെ ആരോഗ്യസ്ഥിതിയെല്ലാം വീണ്ടെടുത്ത് ഇത്രയും ഉഷാറായോ എന്നെല്ലാം അവർ അത്ഭുതത്തോടു കൂടി നോക്കി നിന്നു. അപ്പോഴേക്കും സ്റ്റാഫ് അതിൻ്റെ വൈറ്റ് കളർ ഡ്രസ്സും കൊണ്ടുവന്നു. ആ ഡ്രസ്സ് കണ്ടപ്പോൾ ഷഹാനയ്ക്ക് ഒരുപാട് സന്തോഷമായി. അവൾ പറഞ്ഞു, ഇപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. ബ്ലാക്ക് എനിക്കിഷ്ടമാവുകയൊക്കെ ചെയ്തു, പക്ഷേ ബ്ലാക്ക് ആവുമ്പോൾ ഇനിയിപ്പോൾ ഒരു ഫങ്ഷന് നമ്മൾ ഫസ്റ്റിൽ തുടങ്ങുന്ന ഒരു പരിപാടിക്ക് ഇനിയിപ്പോൾ ബ്ലാക്ക് ഇട്ട് അത് ഒരു ഇത് ചടപ്പുണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. വൈറ്റ് ആകുമ്പോൾ ഒന്നും കൂടി നല്ലതല്ലേ, അങ്ങനെ ഒരു നല്ല ഇതായിക്കോട്ടെ. ബ്ലാക്ക് ആകുമ്പോൾ ഇപ്പോൾ കാര്യമായിട്ട് നമ്മളെന്തെങ്കിലും ദുഃഖങ്ങളുടെ അല്ലെങ്കിൽ മരണം പോലെയുള്ള അതിൻ്റെ ഒരു അടയാളമല്ലേ. ആ ഒരു വിഷമം ഉണ്ടായിരുന്നു എനിക്ക്. എങ്കിൽ കൂടി അതിൻ്റെ ആ ഒരു മോഡലും ആ ഡിസൈനും എനിക്ക് അത്ര കണ്ടിഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് അതിൻ്റെ വൈറ്റ് കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്ന് ഞാൻ വിചാരിച്ചത്. എന്തായാലും എനിക്ക് സമാധാനമായി. എത്രയാണ് ഇതിൻ്റെ റേറ്റ് എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അതിൻ്റെ വില നോക്കി. 50,000 രൂപയായിരുന്നു അതിൻ്റെ കോസ്റ്റ്. അത് കണ്ട് അവൾക്ക് വളരെ സന്തോഷമായി. 50,000 രൂപയുടെ ഡ്രസ്സെല്ലാം ഇട്ട് അടിപൊളിയായിട്ട് വേണം. സൈനും ആമിയും ഒക്കെ കണ്ട് അസൂയയോടുകൂടി തന്നെ നോക്കണം, തന്നെയും അമീറിനെയും. അവനും അതുപോലെ നല്ലൊരു അടിപൊളി ഡ്രസ്സ് എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അമീറും അതുപോലെ തന്നെ ഷഹാനയുടെ ഉമ്മയും ഉപ്പയും ചോദിച്ചു, എത്രയാണ് മോളെ ഇതിൻ്റെ റേറ്റ് എന്ന് ചോദിച്ചു. അവൾ പറഞ്ഞു, 50,000 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. ഇത് കേട്ടതും ഷഹാനയുടെ ഉപ്പയും ഉമ്മയും മോളെ എടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ അമീർ പറഞ്ഞു, 50,000 രൂപയോ എന്ന് ചോദിച്ചു. അപ്പോൾ ഷഹാന പറഞ്ഞു, എന്താ അമീർ നീ പറയുന്നത്? നമ്മുടെ അത്രയും വലിയ ഒരു പുതിയ ബിസിനസ് തുടങ്ങുകയാണ്. നീ എന്താ വിചാരിച്ചത്? ഒരു 4,000-5,000 രൂപയുടെ ലോക്കൽ ഡ്രസ്സാണോ പിന്നെ അങ്ങനെയുള്ള ചടങ്ങിനിട്ട് പോവുക? 50,000 എന്ന് പറഞ്ഞാൽ നിന്നെ സംബന്ധിച്ച് നീയും നിൻ്റെ ഉപ്പയും ഒന്നും പിന്നെ പൈസ കാണാത്ത ആൾക്കാരില്ല. അതുകൊണ്ടാണ് നിനക്കിത് വലിയ സംഖ്യയായി തോന്നുന്നത്. ഞങ്ങൾക്ക് ഇത് ചെറിയ സംഖ്യയാണ്. ഞാൻ സാധാരണ ഓരോ കല്യാണത്തിനൊക്കെ എൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ കല്യാണത്തിൻ്റെ ഓരോ റിസപ്ഷന് 1,00,000 രൂപയുടെ ഡ്രസ്സ് വരെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോഴാണ് ഒരു 50,000. അതും ഒരു കമ്പനിയുടെ MD ആയിരിക്കുന്ന ഞാനേ. പിന്നെ നീ എന്താ വിചാരിച്ചത്? നീ ഇപ്പോൾ തന്നെ ഇങ്ങനെ പിശുക്കനാവല്ലേ എന്നെല്ലാം പറഞ്ഞു. ഇത് കേട്ടതും അമീർ മനസ്സിൽ വിചാരിച്ചു, ഇവളെയെല്ലാം മേച്ച് കൊണ്ടുപോകണമെങ്കിൽ കുറച്ച് പാടുമിടുവല്ലോ താൻ. എന്തായാലും ഇനി ബിസിനസ് നോക്കുമ്പോൾ അതിൽ നിന്ന് വരുമാനം ഉണ്ടാവുമല്ലോ 2 പേർക്കും. അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ ആവട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഷഹാനയുടെ ഉമ്മയും ഉപ്പയും പറഞ്ഞു,
മോനെ നീ വിഷമിക്കേണ്ട, അവൾ അതുപോലെയുള്ള കോസ്റ്റ്ലി ഡ്രസ്സൊക്കെ എടുക്കുന്നതാണ്. നീയും നിൻ്റെ ഉപ്പയും ഒക്കെ നിങ്ങൾ അങ്ങനെ വില കൂടിയ ഡ്രസ്സുകൾ എടുക്കാത്തത് കൊണ്ട് നിങ്ങൾക്ക് അത് നിനക്ക് അങ്ങനെ തോന്നിയതാണ്. കുഴപ്പമില്ല, മോളെ എടുത്തോ. ഇനി അമീറിന് കൂടിയുള്ള ഡ്രസ്സ് എടുക്കാൻ ഉണ്ട്, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആ സ്റ്റാഫിനോട് പറഞ്ഞു, ഓക്കെ, ഇത് ബില്ലിങ്ങിലേക്ക് വിട്ടോളൂ. ഇനി ഇവൻക്ക് ഉള്ള ഡ്രസ്സ് നോക്കാനുണ്ട്. ഇതിനോട് ചേർന്ന് തോന്നുന്ന ഈ വൈറ്റ് കളറിലുള്ള കുറച്ച് വർക്കെല്ലാമുള്ള നല്ല അടിപൊളി പാൻറ്റും അതുപോലെ തന്നെ സ്യൂട്ടും കോട്ടും പോലെയുള്ള അങ്ങനെയുള്ള ഡ്രസ്സ് മതി. അത് എവിടെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു സ്റ്റാഫ് പറഞ്ഞു, മാഡം ഇങ്ങോട്ട് പോരൂ, അവിടെ ജെൻസിൻ്റെ സെക്ഷനുണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാം എന്ന് പറഞ്ഞുകൊണ്ട് അവരെയും കൊണ്ട് ആ സ്റ്റാഫ് അങ്ങോട്ട് പോയി. അങ്ങനെ ചെന്ന് അവർ ഓരോ ഡ്രസ്സുകളായി വലിച്ചിട്ട് നോക്കി. ഒന്നും നമ്മുടെ ഷഹാനക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല. അമീറിനാണെങ്കിൽ 1-2 ഡ്രസ്സുകളെല്ലാം ഇഷ്ടപ്പെട്ടു. അവൻ അത് കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് അത് എടുത്തു നോക്കി. എന്നാൽ ഷഹാന പറഞ്ഞു, ഓ ഇതൊക്കെ എന്ത്? നീ എന്താ അമീർ, നിനക്ക് ഇപ്പോഴും നേരെ വെളുത്തിട്ടില്ലേ? ഇതൊക്കെ ലോക്കൽ ഡ്രസ്സാണ്, കണ്ടോ, ഇതിൻ്റെ വില വെറും 10,000 രൂപ. ഇതല്ല, കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു 30-35 ആ റേഞ്ചിലൊക്കെയുള്ള നല്ല അടിപൊളി ഡ്രസ്സ് ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് എടുക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്റ്റാഫ് പറഞ്ഞു, ഇവിടെയുണ്ട് കുറച്ച് VIP ആളുകളൊക്കെ കൊണ്ടുപോകുന്ന കുറച്ച് ഡ്രസ്സ്, എന്നാൽ അതിൽ നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അങ്ങോട്ട് കൊണ്ടുപോയി. ആന പറഞ്ഞു, അത് ശരി, ഇവിടെ VIP ഡ്രസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളെ അങ്ങോട്ടല്ലേ കൊണ്ടുവരേണ്ടത്? ആദ്യം തന്നെ നിങ്ങൾ ആ ലോക്കൽ ഡ്രസ്സിൻ്റെ അവിടെ കൊണ്ടുപോയിട്ടാൽ എങ്ങനെയാണ് ശരിയാവുന്നത്? നിങ്ങൾ എന്ത് സ്റ്റാഫാണ്? ബഡ്ജറ്റൊക്കെ ആദ്യം ചോദിക്കേണ്ടത്. നിങ്ങൾക്കറിയില്ലേ, ഇപ്പോൾ ഞാൻ എടുത്ത ഡ്രസ്സ് 50,000 രൂപയുടെ ഡ്രസ്സാണ് എടുത്തത്. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ അതിനോട് മാച്ചുള്ള ഡ്രസ്സായിരിക്കുമ്പോൾ ഏകദേശം ഏത് ലെവലിലായിരിക്കുമെന്ന്. അതുകൊണ്ട് നിങ്ങൾ ആദ്യം തന്നെ ഞങ്ങളുടെ ടൈം അങ്ങോട്ട് പോയി വേസ്റ്റ് ആക്കേണ്ടിയിരുന്നില്ല എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ ആ സ്റ്റാഫ് പറഞ്ഞു, സോറി മാഡം, ഞാനത് ആലോചിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്നും ഒരുപാട് സെലക്ഷനുകൾ അവർക്ക് മുന്നിൽ വലിച്ചിട്ട് കൊടുത്തു. അതൊന്നും അത്രയങ്ങ് ഷഹാനക്ക് മനസ്സിൽ പിടിക്കുന്നില്ല. എല്ലാത്തിനും 30,000, 35,000, 40,000 ഒക്കെ റേഞ്ച് ഉണ്ടെങ്കിലും അവൾക്ക് ആ ഒരു അനുസരിച്ചുള്ള വർക്കോ ഡിസൈനോ ഒന്നും തോന്നിയില്ല ആ ഒരു ഡ്രസ്സുകളൊന്നും കണ്ടപ്പോൾ. അപ്പോൾ ആ സ്റ്റാഫ് ചോദിച്ചു, മാഡം നിങ്ങൾക്ക് വെഡ്ഡിങ് റിസപ്ഷനാണ്, എന്താണ് സംഭവം എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നില്ല, ഞാൻ ഇവനും കൂടെ ഒരു കട, ഞങ്ങൾ പുതിയതായിട്ടുള്ള ഒരു ബിസിനസ് തുടങ്ങുകയാണ്, അതിൻ്റെ ഉദ്ഘാടനമാണ്. MD അല്ലേ ഞങ്ങൾ, അപ്പോൾ അതിനനുസരിച്ച് കാണാൻ കുറച്ച് ലുക്കൊക്കെ വേണ്ടേ. അപ്പോൾ അയാൾ പറഞ്ഞു, ഇതൊക്കെ വെഡ്ഡിങ് ഡ്രസ്സിൻ്റെ സെക്ഷനാണ് മാഡം എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, അങ്ങനെയുള്ള മോഡൽ തന്നെയാണ് ഞങ്ങൾക്ക് വേണ്ടത്, ഞങ്ങളെ കണ്ടാൽ എല്ലാവരും ശ്രദ്ധിക്കണം, അതുകൊണ്ട് തന്നെ അതിൽ വില പിടിപ്പുള്ള നല്ല കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇങ്ങനെ എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ സ്റ്റാഫ് വീണ്ടും ഇങ്ങനെ തരികയാണ്. അപ്പോഴാണ് അവിടെ ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് ബാഗിൽ നല്ല വർക്കെല്ലാമായിട്ട് നല്ലൊരു കൈയിൻ്റെ ഭാഗത്തൊക്കെ ഒരു മുത്തിൻ്റെ വർക്കൊക്കെ ഉള്ള നല്ലൊരു അടിപൊളി ഒരു ഡ്രസ്സ് അവളുടെ കണ്ണിൽപ്പെട്ടത്. ഒരു കുർത്തയും പൈജാമയും പോലെയുള്ള ഒരു ഡ്രസ്സ്. അവൾ പറഞ്ഞു, അതിങ്ങോട്ട് എടുത്തേ എന്ന് പറഞ്ഞു ആ ഒരു സ്റ്റാഫിനോട്. അങ്ങനെ ആ സ്റ്റാഫ് ആ ഡ്രസ്സ് വലിച്ചിട്ട് കൊടുത്തു. അത് നിവർത്തിയ ഷഹാനയുടെ മനസ്സിൽ ഇങ്ങനെ അവളുടെ ആ കണ്ണുകളിൽ ആ ഡ്രസ്സിനോടുള്ള ഒരു ഇഷ്ടം അവളുടെ കണ്ണിൽ മുഖത്ത് തെളിഞ്ഞു കണ്ടു. അമീർ, നീ ഇതൊന്ന് വെച്ച് നോക്കി എന്ന് പറഞ്ഞു. അപ്പോൾ അമീർ പറഞ്ഞു, എന്ത് ഷഹാന, ഇത് വല്ല മണവാളന്മാരുടെ ഡ്രസ്സ് പോലെയുണ്ട്, ഇതൊക്കെയാണോ നമ്മൾ ഇങ്ങനെയുള്ളൊരു പരിപാടിക്ക് ഇടുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ഷഹാന പറഞ്ഞു, അമീർ, ഞാൻ നിന്നോട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് നിൻ്റെ ഡ്രസ്സ് ഞാനാണ് സെലക്ട് ചെയ്യുക എന്ന്. നീ ഇപ്പോൾ തന്നെ ഇങ്ങനെ എതിര് പറയാൻ തുടങ്ങിയാൽ എങ്ങനെ ശരിയാവും? നമുക്ക് ഒരുമിച്ച് ജീവിക്കേണ്ടതല്ലേ? എൻ്റെ ഇഷ്ടമായിരിക്കണം നിൻ്റെയും ഇഷ്ടം, നീ ഇപ്പോൾ തന്നെ ഇങ്ങനെയെല്ലാം പെരുമാറല്ലേ എന്ന് പറഞ്ഞു. അമീറിന് ദേഷ്യം ഇങ്ങനെ വരുന്നുണ്ട് ഷഹാനയുടെ ഈ പെരുമാറ്റമെല്ലാം കണ്ടിട്ട്. താനല്ലേ ഡ്രസ്സ് ഇടുന്നത്, അതുകൊണ്ട് ഇവൾ എന്താണ് തൻ്റെ ഒരു അഭിപ്രായമോ അല്ലെങ്കിൽ തൻ്റെ ഒരു ഇഷ്ടം കൂടി നോക്കാതെ അവളുടെ ഇഷ്ടം തൻ്റെ മേൽ അടിച്ച് ഏൽപ്പിക്കാൻ നോക്കുകയാണ്. എന്തായാലും ക്ഷമിക്കാം, അല്ലാതെ വേറെ വഴിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ കണ്ണാടിയുടെ മുന്നിൽ ആ ഡ്രസ്സ് ഇങ്ങനെ അവൻ്റെ മേൽ വെച്ച് നോക്കി. അതിൻ്റെ കയ്യിൻ്റെയും അതുപോലെ തന്നെ കഴുത്തിൽ ഇങ്ങനെ ആ നെക്കിൻ്റെ ഭാഗത്തൊക്കെ കല്ല് വർക്കുകളും അങ്ങനെയെല്ലാം കണ്ടപ്പോൾ അവൻക്ക് ചിരിയാണ് വന്നത്. ഇതെല്ലാം ഇട്ട്
നിൽക്കുമ്പോൾ വല്ല പഞ്ചാബി മണവാളനും അതുപോലെ തന്നെ മണവാട്ടിയാണെന്ന് ആളുകൾ ധരിക്കും. ഇവൾക്ക് ഇത്ര ഡ്രസ് സെൻസ് ഇല്ലാതെ പോയല്ലോ എന്നെല്ലാം അവൻ മനസ്സിൽ വിചാരിച്ചു. ഷഹാനക്കാണെങ്കിൽ തൃപ്തിയായി അതിൻ്റെ വർക്കും അതിൻ്റെ ആ ഒരു ഡിസൈനും എല്ലാം കണ്ടിട്ട്. അവൾ പറഞ്ഞു, ഇത് മതി, ഇത് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഷഹാനയുടെ ഉപ്പയോടും ഉമ്മയോടും ചോദിച്ചു, അല്ലേ ഉപ്പ ഉമ്മ, ഇവന് ഇത് നല്ല ചേർച്ചയില്ലേ? ഇവന് ഇതും ഞാൻ ആ ഡ്രസ്സും കൂടി ഇട്ടാൽ എല്ലാവരും ഞങ്ങളെ തന്നെ നോക്കില്ലേ? മണവാളനും മണവാട്ടിയെ പോലെ നല്ല ഭംഗിയില്ലേ എന്നെല്ലാം ചോദിച്ചു. സത്യം പറഞ്ഞാൽ ഷഹാനയുടെ ഉപ്പയ്ക്കും ഉമ്മക്കും ഒന്നും ആ ഒരു ഡ്രസ്സും അവളുടെ പിന്നെയും കുഴപ്പമില്ല. മണവാളൻ്റെ ലുക്ക് തോന്നിക്കുന്ന അമീറിൻ്റെ ആ ഒരു ഡ്രസ്സ് കണ്ടപ്പോൾ അവർക്കും വല്ലാതെ അങ്ങ് പിടിച്ചില്ല. ഇതുപോലെ ഒരു ഫംഗ്ഷൻ ഇടേണ്ട ഡ്രസ്സൊന്നുമില്ല. എങ്കിലും ഡോക്ടർ പറഞ്ഞതാണ് ഇനി അവളുടെ മനസ്സിന് ടെൻഷൻ കൊടുക്കരുത്. അതുകൊണ്ട് തന്നെ അവർ ക്ഷമിച്ച്, ഇത് നല്ല ഭംഗിയായിട്ടുണ്ടല്ലോ അമീർ മോനെ, ഇത് നല്ല രസമുണ്ട് മോനത് എടുത്തോ എന്നെല്ലാം പറഞ്ഞു. അങ്ങനെ അമീർ മനസ്സില്ലാ മനസ്സോടെ സമ്മതിക്കുകയായിരുന്നു. അങ്ങനെ ഷഹാന അതിൻ്റെ വില നോക്കി. അതിന് 45,000 രൂപയാണ് വില വരുന്നത്. അവൾക്ക് തൃപ്തിയായി. അവൾ അമീറിനോട് പറഞ്ഞു, അമീർ, ഇനി വില കണ്ട് നീ ഞെട്ടണ്ട. എന്തായാലും പരിപാടിക്കുള്ള ഡ്രസ്സ് എൻ്റെ വകയായിക്കോട്ടെ കേട്ടോ ഉപ്പ എന്നാൽ രണ്ടിൻ്റെയും ബിൽ പേയ്മെൻറ്റ് ചെയ്യും. എനിക്ക് ഭയങ്കര ക്ഷീണം. അമീർ വാ, നമുക്ക് അവിടെ ആ ഒരു ചെയറിൽ ഇരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഷഹാനയുടെ ഉപ്പയെ ആ ബിൽ പേ ചെയ്യാൻ കൊടുത്തുകൊണ്ട് ആ സ്റ്റാഫിൻ്റെ കയ്യിൽ ആ ഡ്രസ്സും കൊടുത്തുകൊണ്ട് അമീറും ഷഹാനയും അതുപോലെ തന്നെ ഷഹാനയുടെ ഉമ്മയും കൂടി അവിടെ ഒരു ചെയറിൽ പോയി ഇരുന്നു.